ഹായ് സ്റ്റുഡൻസ്. സോ നമ്മൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്ഷൻ 39 ആണ്. ഫർണിഷിംഗ് ഓഫ് റിട്ടേൺസിൽ സെക്ഷൻ 39 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ സെക്ഷൻ 39 എന്ന് പറയുന്നത് പ്രൊസീജിയർ ഫോർ ഫർണിഷിംഗ് ഓഫ് മന്ത്ലി റിട്ടേൺസ് ആണ്. ഓക്കെ, മന്ത്ലി റിട്ടേൺസിൻ്റെ ഫയലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 39 പറയുന്നത്. അതിൽ സബ്സെക്ഷൻസ് ഒന്ന് നോക്കാം. സബ്സെക്ഷൻ 1 പറയുന്നത് എവറി രജിസ്റ്റേർഡ് പേഴ്സൺ അതർ ദാൻ ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ or a non-resident taxable person or a person paying tax under the provisions of section 10 or subsection section 51 or section 52 shall for every calendar month or part thereof furnish in such manner and such form as may be prescribed a return electronically of inward and outward supplies of goods or service or both, input tax credit availed, tax payable, tax paid, and such other particulars as may be prescribed on or before the 20th day of the month succeeding such calendar month or പാർട്ട് thereof. സോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മന്ത്ലി റിട്ടേണിൻ്റെ ഫയലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ 39 പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും ഇവിടെയും ആര് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ISD ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയും അതുപോലെ നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സണെയും എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവരൊഴികെയുള്ള എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും എന്ത് ചെയ്യണം? ഇൻവേർഡ് സപ്ലൈസിൻ്റെയും ഔട്ട്വേർഡ് സപ്ലൈസിൻ്റെയും ഒക്കെ റിട്ടേൺസ് എന്ത് ചെയ്യണം? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതുപോലെ ടാക്സ് പേയബിളും ടാക്സ് പെയ്ഡും തുടങ്ങിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യണം? 20th ഡേ ഓഫ് ദ മന്ത് സക്സീഡിങ്, നെക്സ്റ്റ് മന്തിലെ 20th ഡേക്ക് മുൻപായിട്ട് എന്ത് ചെയ്യണം? ഫർണിഷ് ചെയ്യണം. സോ സെക്ഷൻ 37 പ്രകാരം സെക്ഷൻ 38 പ്രകാരം ഫയൽ ചെയ്യാത്തവരാണ് സെക്ഷൻ 39 പ്രകാരം ഫയൽ ചെയ്യുക. അത്ര ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒക്കെ അവൈൽ ചെയ്തിട്ടുള്ള ആളുകളാണ് സെക്ഷൻ 39 പ്രകാരം എന്ത് ചെയ്യുക? റിട്ടേൺ ഫയൽ ചെയ്യുക. സോ സെക്ഷൻ 39 പ്രകാരം റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് മന്തിലെ 20th ഡേക്ക് മുൻപായിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ എ രജിസ്റ്റേർഡ് പേഴ്സൺ പേയിങ് ടാക്സ് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 10 ഷാൾ ഫോർ ഈച്ച് ക്വാർട്ടർ ഓർ പാർട്ട് thereof furnish in such form and such manner as may be prescribed a return electronically of turnover in the state or union territory, inward supplies of goods or service or both, tax payable and tax paid within 18th day after the end of such quarter. പറഞ്ഞതാണ് ബിഗ് ഓർഗനൈസേഷനെ സംബന്ധിച്ചാണ് ഈ ഒരു GST ഫോർമാലിറ്റീസൊക്കെ അവർക്ക് ഫയൽ ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ ഈസി ആയിരിക്കും. പക്ഷേ സ്മോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ, അതുപോലെ മീഡിയം സ്മോൾ എൻ്റർപ്രൈസ് SMEs അല്ലേ, അവരെയൊക്കെ സംബന്ധിച്ച് എന്താണ്? ഇത്തരത്തിൽ ഒരുപാട് പ്രൊവിഷൻസ് GSTയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് ഓവർകം ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അതെല്ലാം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് എന്താണ്? ഈ ഒരു SMEസിനെ സംബന്ധിച്ച് അത്ര ഈസി അല്ല, ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് അവർ കംപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള SMEസിന് GST ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു മെക്കാനിസമാണ് ഇതെന്ന് പറയുന്നത് കോമ്പോസിഷൻ ലെവി എന്ന് പറയുന്നത് അല്ലേ. 1.5 crore താഴെയുള്ള SMEസിന്, ഓക്കെ, 1.5 crore താഴെ സപ്ലൈസ് വരുന്ന SMEസിന് അല്ലേ, ആനുവലിയാണ് ഇത് 1.5 crore എന്ന് പറയുന്നത് അല്ലേ. അത്തരത്തിലുള്ള SMEസിനാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് കൊടുക്കാൻ ലയബിളായിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത്, കമ്പനീസ് അല്ല, ഓർഗനൈസേഷൻ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്തരത്തിൽ കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് കൊടുക്കുന്നവരാണ് സെക്ഷൻ 39 സബ്സെക്ഷൻ 2 പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത്തരത്തിൽ സെക്ഷൻ 10 പ്രകാരം ലെവി ചെയ്യേണ്ട ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട ആളുകളുണ്ടല്ലോ, അവരെന്താണ്? GSTR 4 എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഡേ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് മന്തിൽ 18th ഡേക്ക് മുൻപായിട്ട് വേണം അവർ റിട്ടേൺ ഫയൽ ചെയ്യാൻ. Okay, then every registered person required to deduct tax at source under the provision of section 51 shall furnish in such form and manner as may be prescribed a return electronically for the month in which such deduction have been made within 10 days after the end of such month. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടാക്സ് ഡിഡക്ഷൻ നടത്തുന്നത്
ഡിഡക്റ്റഡ് അറ്റ് സോഴ്സിൻ്റെ കേസാണ്, TDSൻ്റെ കേസാണ് പറയുന്നത് അല്ലേ. ടാക്സ് സോഴ്സിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന എന്താണ് സർവീസ് പ്രൊവൈഡേഴ്സിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. സോ അത്തരത്തിൽ ടാക്സുകൾ സോഴ്സിൽ തന്നെ ഡിഡക്റ്റ് ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസിനെ സംബന്ധിച്ച് നമ്മൾ എംപ്ലോയറുടെ കേസൊക്കെ പറഞ്ഞു. എംപ്ലോയിക്ക് സാലറി കൊടുക്കുന്ന സമയത്ത് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത ശേഷമാണ് എന്ത് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്. സോ അവിടെ TDS പിടിക്കുന്നത് ആരാണ്, എംപ്ലോയറാണ്. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ആരായിരിക്കണം അവിടെ, എംപ്ലോയർ ആയിരിക്കണം. സോ അത്തരം കേസിലാണ് സബ്സെക്ഷൻ 3 അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അവിടെ പറയുന്നത് എന്താണ്, അത്തരത്തിൽ TDSൻ്റെ കേസിൽ രജിസ്റ്റേർഡ് പേഴ്സൺസ് എന്ത് ചെയ്യണം, GSTR 7 എന്നുള്ള ഫോർമാറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അത് നെക്സ്റ്റ് മന്തിലെ 10-ാം തീയതിക്ക് മുൻപായിട്ട് അത്തരത്തിൽ എന്ത് ചെയ്യണം, GST റിട്ടേൺ ഫയൽ ചെയ്യുകയും വേണം. ഓക്കെ. സോ നമ്മൾ സബ്സെക്ഷൻ 2 പറഞ്ഞത് ആരെയായിരുന്നു, സെക്ഷൻ 10 വരുന്ന കോമ്പോസിഷൻ ലെവി പ്രകാരം ടാക്സ് പേയ്മെൻറ്റ് നടത്തേണ്ട സപ്ലയേഴ്സാണ് സബ്സെക്ഷൻ 2 വന്നത്. സബ്സെക്ഷൻ 3 എന്താണ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ്. ഓക്കെ. സബ്സെക്ഷൻ 4 എന്താ പറയുന്നത്, എവറി ടാക്സബിൾ പേഴ്സൺ രജിസ്റ്റേർഡ് ആസ് ആൻ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ ഷാൾ ഫോർ എവറി കാലണ്ടർ മന്ത് ഓർ പാർട്ട് thereof furnish in such form and manner as may be prescribed a return electronically within 13 days after the end of such month. GSTR 6. സബ്സെക്ഷൻ 4 പറഞ്ഞിട്ടുള്ളത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മളെല്ലായിടത്തും നമ്മൾ സെക്ഷൻ 37 പറഞ്ഞപ്പോഴും സെക്ഷൻ 38 പറഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ISDസിനെ എക്സ്ക്ലൂഡ് ചെയ്തു. പക്ഷേ സെക്ഷൻ 39 സബ്സെക്ഷൻ 4 ISDസിനെ പറ്റി പറയുന്നത്, ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പറ്റി പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, സോ അവർ GSTR 6 എന്നുള്ള ഫോർമാറ്റിലാണ് GST റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. അത് എത്ര ദിവസത്തിന് മുൻപായിട്ട്, നെക്സ്റ്റ് മന്തിലെ 13-ാം തീയതിക്ക് മുൻപായിട്ട് അവർ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതും സബ്സെക്ഷൻ 4 പറയുന്നു. സബ്സെക്ഷൻ 5 നോക്കാം. Every registered non-resident taxable person shall for every calendar month or part thereof furnish in such a form and manner as may be prescribed a return electronically within 20 days after the end of a calendar month or within 7 days after the last day of the period of registration specified under subsection 1 of section 27 whichever is earlier. GSTR 5. സോ ഇവിടെ സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ളത് ആരാണ്, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസിനെ പറ്റിയിട്ടാണ്. ഓക്കെ. ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്ത നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ടാക്സബിൾ പേഴ്സൺസ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏത് ഫോർമാറ്റിലാണ്, GSTR 5 അവർ അത്തരത്തിൽ ഫയൽ ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, നെക്സ്റ്റ് മന്തിലെ 20 ഡേയ്സിന് മുൻപായിട്ടാണ്. നെക്സ്റ്റ് മന്തിൽ എന്ന് പറയുന്നില്ല, എന്താണ് ഇവിടെ പറയുന്നത്, വിത്തിൻ 20 days ആഫ്റ്റർ ദ എൻഡ് ഓഫ് എ കാലണ്ടർ മന്ത് ഓർ വിത്തിൻ 7 days ആഫ്റ്റർ ദ ലാസ്റ്റ് ഡേ ഓഫ് ദ പീരീഡ് ഓഫ് രജിസ്ട്രേഷൻ. ഒന്നുകിൽ അവർക്ക് എന്ത് ചെയ്യാം, രജിസ്ട്രേഷൻ നടത്തിയിട്ട് 7 daysനുള്ളിൽ അവർക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു കലണ്ടർ മന്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ മന്ത് കഴിഞ്ഞിട്ടുള്ള 20 daysന് മുൻപായിട്ട് വിത്തിൻ 20 days, ആ 20 daysന് അകത്തും എന്ത് ചെയ്യാം, നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസിന് റിട്ടേൺ ഫയൽ ചെയ്യാം. സോ സബ്സെക്ഷൻ 5 പറയുന്ന നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് ആണ്. അവർ ഏത് ഫോമിലാണ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്, GSTR 5 അതിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് 7 daysനുള്ളിൽ ചെയ്യാം. അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മന്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മന്തിൽ 20-ാം തീയതിക്ക് മുൻപായിട്ടും 20 ദിവസം കഴിയുന്നതിന് മുൻപായിട്ടും അവർക്ക് എന്ത് ചെയ്യാം, GSTR ഫയൽ ചെയ്യാം. ദെൻ സബ്സെക്ഷൻ 6 എന്താ പറയുന്നത്, ദ കമ്മീഷണർ മേ എക്സ്റ്റെൻഡ്. ഈ ഒരു കേസിലും എന്ത് ചെയ്യാൻ പറ്റും, കമ്മീഷണർക്ക് ഈ ഒരു ലാസ്റ്റ് ഡേ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കുന്നതാണ്. പക്ഷേ അത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ഉണ്ടായിരിക്കില്ല. അത് കമ്മീഷണർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് പേഴ്സൺസിന് മാത്രമായിരിക്കും അത്തരത്തിലൊരു ലിമിറ്റിൽ എക്സ്റ്റെൻഷൻ കിട്ടുക.
Then subsection 7, every registered person who is required to furnish a return under subsection 1 or subsection 2 or subsection 3 or subsection 5 shall pay to the government the tax due as per such return not later than last date on which he is required to furnish such return. ഓക്കെ, ഇവിടെ എന്താണ്, നേരത്തെ മുന്നേ നമ്മൾ സബ്സെക്ഷൻ 1-ലും 2-ലും 3-ലും അതുപോലെ 5-ലും ഒക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷൻ പ്രകാരം എന്താണ്, റിട്ടേൺ ഫർണിഷ് ചെയ്യേണ്ട രജിസ്റ്റേർഡ് പേഴ്സൺസ് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് ആ ഒരു പർട്ടിക്കുലർ ഡേറ്റിനുള്ളിലിരുന്നു കൊണ്ട് പർട്ടിക്കുലർ മാനറിൽ എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് സബ്സെക്ഷൻ 7-ൽ പറയുന്നത്. സബ്സെക്ഷൻ 8 നോക്കൂ, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഹു ഈസ് റിക്വയർഡ് ടു ഫർണിഷ് എ റിട്ടേൺ അണ്ടർ സബ്സെക്ഷൻ 1 ഓർ സബ്സെക്ഷൻ 2 ഷാൾ ഫർണിഷ് എ റിട്ടേൺ ഫോർ എവറി ടാക്സ് പീരിയഡ് വെദർ ഓർ നോട്ട് എനി സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഹാവ് ബീൻ മെയ്ഡ് ഡ്യൂറിങ് സച്ച് ടാക്സ് പീരിയഡ്. ഫർണിഷ് ചെയ്യേണ്ട എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ ഒരു ടാക്സ് പീരീഡിനുള്ളിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അവിടെ എന്ത് നോക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സപ്ലൈ ഓഫ് ഗുഡ്സ് ടാക്സബിൾ ആണോ അല്ലയോ എന്നുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് മീൻസ് GST കൊടുക്കേണ്ടത് 0 ആയിരിക്കാം, എന്നാലും അവരെന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് അവിടെ പറയുന്നത്. GST പേയബിൾ, ടാക്സ് പേയബിൾ അല്ലെങ്കിലും ആണെങ്കിലും എന്ത് ചെയ്യണം, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസും നിർബന്ധമായിട്ടും ആ ഒരു പർട്ടിക്കുലർ ടാക്സ് പീരീഡിന് മുൻപായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം. അതാണ് എന്തിൽ പറയുന്നത്, സബ്സെക്ഷൻ 8-ൽ പറയുന്നത്. സബ്സെക്ഷൻ 9, സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 37 and 38 if any registered person after furnishing a return under subsection 1 or subsection 2 or subsection 3 or subsection 4 or subsection 5 discovers any omission or incorrect particulars therein other than as a result of scrutiny, audit, inspection or enforcement activity by the tax authority, he shall rectify such omission or incorrect particulars in the return to be furnished for the month or quarter during which such omission or incorrect particulars are noticed, subject to payment of interest under this act, provided that no such rectification of any omission or incorrect particulars shall be allowed after the due date for furnishing of return for the month of September or second quarter following the end of the financial year or the actual date of furnishing of relevant annual return, whichever is earlier. സോ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, സെക്ഷൻ 37 പ്രകാരം അതുപോലെ സെക്ഷൻ 38 പ്രകാരമൊക്കെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസ് അല്ലേ, അവരെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തെങ്കിലും ഒമിഷൻസ് അതുപോലെ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സ് എല്ലാം റെക്ടിഫൈ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താവാൻ പാടില്ല, സെപ്റ്റംബറിന് ശേഷം ഫർണിഷ് ചെയ്യുന്ന അത്തരത്തിലുള്ള റെക്ടിഫിക്കേഷൻസ് അലൗ ചെയ്യാനായിട്ട് പറ്റില്ല. അത് സെപ്റ്റംബറോ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്വാർട്ടർ ഫോളോയിങ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയറിന് ശേഷം വരുന്ന നെക്സ്റ്റ് സെക്കൻഡ് ക്വാർട്ടറോ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആക്ച്വൽ ഡേറ്റോ ഏതാണോ ഏർലിയർ ആയിട്ട് വരുന്നത് ആ ഡേറ്റിനുള്ളിലായിട്ട് GSTൻ്റെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സെക്ഷൻ 37 പ്രകാരവും അതുപോലെ 38 പ്രകാരവും ഒമിഷനോ അതുപോലെ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സോ ഡിസ്കവർ ചെയ്യുന്ന രജിസ്റ്റേർഡ് പേഴ്സൺസിന് അത് കറക്റ്റ് ചെയ്യാനുള്ള ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒന്നുകിൽ സെപ്റ്റംബറിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് ക്വാർട്ടറിന് മുൻപായിട്ടോ അല്ലെങ്കിൽ റെലവൻറ്റ് ആനുവൽ റിട്ടേണിൻ്റെ ആക്ച്വൽ ഡേറ്റ്, റെലവൻറ്റ് ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ആക്ച്വൽ ഡേറ്റിന് മുൻപായിട്ടോ ഏതാണോ ഏർലിയർ പീരീഡ് ആ
ഡേറ്റിന് ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം, അത്തരത്തിൽ റെക്ടിഫിക്കേഷൻ നടത്തണം. അതാണ് സബ്സെക്ഷൻ 9 പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ സബ്സെക്ഷൻ 10 ആണ്. രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൾ നോട്ട് ബി അലൗഡ് ടു ഫർണിഷ് എ റിട്ടേൺ ഫോർ എ ടാക്സ് പീരിയഡ് ഇഫ് ദ റിട്ടേൺ ഫോർ എനി ഓഫ് ദ പ്രീവിയസ് ടാക്സ് പീരിയഡ് ഹാസ് നോട്ട് ബീൻ ഫർണിഷ്ഡ് ബൈ ഹിം. അതൊരു കാര്യം കൂടി ശ്രദ്ധിക്കാം. സബ്സെക്ഷൻ 10 എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുൻ ടാക്സ് പീരീഡുകളിലെ ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യാത്ത ആളുകൾക്ക്, രജിസ്റ്റേർഡ് പേഴ്സൺസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നെക്സ്റ്റ് മന്തിൽ റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. സോ എന്താണ്, ഏതെങ്കിലും ഒരു മന്തിൽ ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ പിന്നീട് നെക്സ്റ്റ് മന്തിൽ ടാക്സ് ഫർണിഷ് ചെയ്യാനും സാധിക്കില്ല എന്നുള്ളതാണ് സബ്സെക്ഷൻ 10 പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾ GSTR 1 GSTR 2 ഒക്കെ പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. സെക്ഷൻ 39 നമ്മൾ ഫർണിഷിങ് ഓഫ് മന്ത്ലി റിട്ടേൺസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ സബ്സെക്ഷൻ 1 പറഞ്ഞു. ഓക്കെ, സബ്സെക്ഷൻ 2 നമ്മൾ സെക്ഷൻ 10 വരുന്ന കോമ്പോസിഷൻ ലെവി പറഞ്ഞു. അതുപോലെ സബ്സെക്ഷൻ 3 നമ്മൾ TDSൻ്റെ രജിസ്റ്റേർഡ് പേഴ്സൺസിനെ പറഞ്ഞു. ദെൻ സബ്സെക്ഷൻ 4 ISDs പറഞ്ഞു. സബ്സെക്ഷൻ 5 നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൺസ് പറഞ്ഞു. ദെൻ നമ്മൾ എന്ത് പറഞ്ഞു, ഓക്കെ, ദെൻ ടാക്സ് പീരിയഡിൻ്റെ ടൈം പറഞ്ഞു. ദെൻ റെക്ടിഫിക്കേഷൻ നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു. ദെൻ ഡീഫോൾട്ട് വരുന്നതിനെ പറ്റിയിട്ടും പറഞ്ഞു. സോ ഇത്രയാണ് നമ്മൾ സെക്ഷൻ 39 ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.